കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ ദേശീയ പണിമുടക്ക് തെക്കൻ കേരളത്തിലും പൂർണ്ണമാണ്. കെഎസ്ആർടിസി സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചുമാണ് തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിൽ പങ്കുചേർന്നത്. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ രാജ്ഭവനിലേക്ക് പ്രതിഷേധ ധർണയും നടത്തി. അതേസമയം അവശ്യ സർവീസുകളെ പണിമുടക്ക് ബാധിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പണിമുടക്ക് നടത്തിയത്. അർദ്ധരാത്രി 12 മണി മുതൽ 24 മണിക്കൂർ നീണ്ട പണിമുടക്കിൽ വ്യാപാര വ്യവസായ വാണിജ്യ മേഖലയിലുള്ളവരും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും പങ്കാളികളായി. കേരള സർവകലാശാലയിലെയും കാര്യവട്ടം ക്യാമ്പസിലെയും പ്രാദേശിക സെന്ററുകളിലെയും 94% ജീവനക്കാരും പണിമുടക്കിൽ അണിചേർന്നു. പത്തനംതിട്ട, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കെഎസ്ആർടിസി സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചുമാണ് തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിൽ പങ്കുചേർന്നത്. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 10,000 തൊഴിലാളികൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമമുണ്ടാക്കുക, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുക, പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ വിസ്മരിക്കുക, ഇതാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. ഇതിനെതിരായി പ്രക്ഷോഭവും സമരവും അല്ലാതെ എന്ത് മാർഗം? ഇത് അസാധാരണമായ പ്രതികരണമാണ് ഈ പണിമുടക്കുണ്ടാക്കിയത്. ഇതുമായി മുന്നോട്ട് പോകാൻ, തുടർ സമരങ്ങളിലേക്ക് പോകാൻ, ചിലപ്പോൾ അനിശ്ചിതമായ സമരത്തിലേക്ക് പോകേണ്ടി വന്നാൽ ഇന്ത്യയിലെ തൊഴിലാളികൾ അതിനും സന്നദ്ധമാകേണ്ടി വരും. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മന്ത്രി വി ശിവൻകുട്ടി DC ഓഫീസിലേക്ക് കാൽനട യാത്ര നടത്തി. തൊഴിലാളി വിരുദ്ധ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് പിന്തുടർന്നു വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നിയമം പാസ്സാക്കിയിട്ടുള്ള, കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള തൊഴിലാളി വിരുദ്ധ നിലപാടൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത്. ഇടത് സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വന്നാൽ തൊഴിലാളികൾ അതിനും സജ്ജരാകുമെന്നും സമരസമിതി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.